ഓർത്തല ശിവ എന്ന് പറഞ്ഞ ഡയറക്ടർ നമ്മളെ മലയാളത്തെ ഐ വി ശശിയെ പോലത്തെ ഒരു ഡയറക്ടർ. സൈഫ് അലി ഖാൻ കട്ടക്ക് പിടിച്ചു വന്നിട്ടുണ്ട് ജൂനിയർ NTR എല്ലാ പടത്തിലെ പോലെ തന്നെ വേറെ വ്യത്യാസമൊന്നും തോന്നിയില്ല. ഇങ്ങനെ കുറച്ച് മേക്കപ്പ് മാറ്റുന്നേ ഉള്ളൂ, വലിയൊന്നും തോന്നിയില്ല. കൊള്ളാം, നല്ല സിനിമ. NTRന്റെ ഒരു സ്ഥിരം സ്റ്റൈലാണല്ലോ. ഇതിനു മുമ്പ് ജനതാ ഗാരേജ് മാത്രമേ ഞാൻ NTRന്റെ കണ്ടിട്ടുള്ളൂ. പിന്നെ NTRന്റെ ഒരു സ്ക്രീൻ പ്രസൻസ്, പിന്നെ അങ്ങനത്തെ ഡാൻസ് സ്റ്റൈല്, അതെല്ലാം കണ്ടുകൊണ്ടിരിക്കാൻ സുഖമുണ്ട്. പിന്നെ കോർത്താല ശിവ ജനതാ ഗാരേജ് ഇതിനു മുമ്പ് ഡയറക്റ്റ് ചെയ്ത ആളാണ്. എന്തായാലും അതിനകത്ത് ഞാൻ ജനതാ ഗാരേജ് ഞാൻ കണ്ടു. അതിൽ കൺവിൻസ്ഡ് ആയതുകൊണ്ടാണ് ഞാൻ ഈ സിനിമ കാണാൻ വന്നത്. സിനിമ സാറ്റിസ്ഫൈഡാണ്. പിന്നെ കേരളത്തിലുള്ളവർക്ക് അത് ഇഷ്ടപ്പെടുമോ അറിഞ്ഞൂടാ. ഒരു കന്നഡക്കാർക്ക് KGF ആവാമെങ്കിൽ അവർക്ക് തെലുങ്കുകാർക്ക് ഇങ്ങനെ വന്നാവാം. പിന്നെ സൈഫ് അലി ഖാനും കൂടെ വന്നപ്പോൾ ഒരു പാൻ ഇന്ത്യൻ ഫീൽ വന്നു. സെക്കൻഡ് പാർട്ട് ഉറപ്പായിട്ട് ഞാൻ കാണും. അതായത് ഓർത്തല ശിവ എന്ന് പറഞ്ഞ ഡയറക്ടർ നമ്മളെ മലയാളത്തെ ഐ വി ശശിയെ പോലത്തെ ഒരു ഡയറക്ടർ. ആ സിനിമ സാറ്റിസ്ഫൈങ് ആണ്. സിനിമ ബോറടിക്കാനൊന്നുമില്ല. ഇന്ത്യൻ 2 വെച്ച് നോക്കുമ്പോൾ ഫാർ ഒരു ടിപ്പിക്കൽ തെലുഗു മൂവിയാണ്. അതായത് ജൂനിയർ NTRും സൈഫ് അലി ഖാനും നന്നായിട്ട് പെർഫോം ചെയ്തേക്കുന്നത്. രണ്ടുപേരും കട്ടക്ക് നിൽക്കുന്നുണ്ട്. സൈഫ് അലി ഖാൻ കട്ടക്ക് പിടിച്ചു വന്നിട്ടുണ്ട് ജൂനിയർ NTRന്റെ കൂടെ. ജൂനിയർ NTR 2 ഗെറ്റപ്പിൽ വരുന്നുണ്ട്. ഓവറോൾ പടം കുഴപ്പമില്ല, ഒരു ടിപ്പിക്കൽ തെലുഗു പടമാണ്. ഇതിന്റെ VFXും CGയും കാര്യങ്ങളൊക്കെ നല്ല ക്വാളിറ്റി ഉണ്ട്, നമുക്ക് കണ്ടിരിക്കാവുന്ന പടം. പിന്നെ മലയാളത്തിൽ നിന്ന് 3 ആക്ടേഴ്സ് ഉണ്ട്. അതായത് നമ്മുടെ ഷൈൻ ടോം ഉണ്ട്, സുദേവ് നായരുണ്ട്, അതുപോലെ നരയനുണ്ട്. നരയൻ കുറച്ച് പോർഷനേ ഉള്ളൂ, എന്നാലും ഉള്ള സാധനം പുള്ളി നന്നായിട്ട് സ്കോർ ചെയ്തിട്ടുണ്ട്. പിന്നെ സുദേവ് നായർക്കും ഷൈൻ ടോമിനും നല്ല ക്യാരക്ടറാണ്. അവരൊക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഓവറോൾ പടം കുഴപ്പമില്ല, നമുക്ക് കണ്ടിരിക്കാവുന്ന ഒരു പടം. കുഴപ്പമില്ല, പടം കുഴപ്പമില്ല, ഒരു വൺ ടൈം വാച്ചബിൾ ആയിട്ടാണ് തോന്നിയത്. വലിയതായിട്ടൊന്നുമില്ല, കണ്ടിരിക്കാം. തമിഴ് കണ്ടാൽ കുറച്ചുകൂടെ നന്നായിരിക്കും. മലയാളം ഭയങ്കര ആർട്ടിഫിഷ്യലായിട്ടാണ് തോന്നിയത്. സോങ്സ് ആയാലും മലയാളം ആയതുകൊണ്ട് ഒരു എന്തോ പറയുക നാടകം കാണുമല്ലോ തോന്നിയത്. പക്ഷേ കുറച്ചുകൂടെ മേക്കിംഗ് എല്ലാം അടിപൊളിയാണ്. ആ ഒരു അറ്റ്മോസ്ഫിയർ എല്ലാം നല്ലതായിട്ട് വന്നിട്ടുണ്ട്. പക്ഷേ ഏറ്റവും ഇതായിട്ട് തോന്നിയ മലയാളം ഡബ്ബിംഗ് ആണ്. തമിഴിൽ കണ്ട കുറച്ച് BGM എല്ലാം അടിപൊളിയാണ്. പക്ഷേ സോങ്സ് എല്ലാം കൊള്ളാം. പക്ഷേ ലിറിക്സ് മലയാളമല്ലേ, അപ്പോൾ അതിൻ്റെ ഒരു വിഷയമുണ്ട്, അത്രേ ഉള്ളൂ. തമിഴ് കണ്ട കുറച്ചുകൂടെ നന്നായിരിക്കും. വൺ ടൈം വാച്ചബിൾ. സെക്കൻഡ് ഹാഫ് ആയപ്പം കുറച്ചുകൂടെ കൊള്ളാം. അങ്ങനെ ഗർജന NTR എല്ലാ പടത്തിലെ പോലെ തന്നെ വേറെ വ്യത്യാസമൊന്നും തോന്നിയില്ല. ഇങ്ങനെ കുറച്ച് മേക്കപ്പ് മാറ്റുന്നേ ഉള്ളൂ, വലിയൊന്നും തോന്നിയില്ല. അത്രയ്ക്കൊന്നും ഇല്ല പടം. മേക്കിംഗ് ഒക്കെ അടിപൊളിയാണ്. പക്ഷേ ആ ഒരു നമുക്കൊരു എൻഗേജിങ് ഫാക്ടർ ഉണ്ടല്ലോ, അതില്ല. കഥയ്ക്ക് അത്ര സ്ട്രോങ് അല്ല. സെക്കൻഡ് ഹാഫ് നമ്മൾ വേണമെങ്കിൽ സെക്കൻഡ് പാർട്ട് വേണമെങ്കിൽ കാണാം, അങ്ങനെ ഒരു തോന്നുന്നത്, അത്രേ ഉള്ളൂ. സമയം പോകുന്നത് അറിഞ്ഞൂടാ, എങ്ങനെ പോകുന്നതെന്ന് അറിയില്ല. പിന്നെ അതുപോലെ തന്നെ സോങ്സ് ആയാലും അനിരുദ്ധിൻ്റെ മ്യൂസിക് ആയാലും കിടിലം നല്ലതായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ആ ഒരു ക്യാമറ എടുത്തിരിക്കുന്ന രീതികളായാലും നല്ല രസമാണ്. സൈഫ് അലി ഖാൻ്റെ പറയേണ്ട കാര്യം അടിപൊളി. അതിൻ്റെ ആൻറ്റി ഹീറോ ആയിട്ട് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെന്താ വേറെ നല്ല രസമാണ്. സമയം മേക്കിംഗ് ഒക്കെ അടിപൊളിയാണ്. അനിരുദ്ധ് സൂപ്പറായിട്ട് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ചെയ്തിട്ടുണ്ട്, കിടിലം നല്ല ലുക്കിലാണ്. അതുപോലെ ദേവര എന്നുള്ള ടൈറ്റിൽ റോള് സൂപ്പറായിട്ട്, അച്ഛൻ റോള് കിടിലോട്ട് ചെയ്തിട്ടുണ്ട്. മോൻ്റെ റോളും അടിപൊളിയാണ്, 2 റോളും കൊള്ളാം. നല്ലൊരു സസ്പെൻസ് ഉണ്ട്. അല്ല, അത് നേരെ കാണാത്തതിൻ്റെ ആയിരിക്കും. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു, സൂപ്പറായിരുന്നു, നല്ല മൂവിയാണ്, നല്ല നല്ലൊരു വിഷ്വൽ ട്രീറ്റാണ്.